അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പല സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ചോദ്യമാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നോക്കുകുത്തിയാക്കി അതിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ അധികാരങ്ങളിൽ അലങ്കരിക്കുന്നവർ സമസ്തയുടെ നയനിലപാടുകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുകയും പരസ്യമായി സ്റ്റേജ് കെട്ടി ബഹുമാനപ്പെട്ട നേതാക്കൾക്കെതിരിൽ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾക്കെതിരിൽ പരിഹാസവുമായി കടന്നു വരികയും ഒക്കെ ചെയ്തിട്ടും എന്തേ നമ്മുടെ നേതാക്കൾ മൗനം പാലിക്കുന്നു? എന്താണ് നമ്മുടെ നേതാക്കൾക്ക് പറ്റിയത്? അവരുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയോ? ഇത്തരം ആശങ്കകൾ പങ്കുവെക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ നമ്മുടെയൊക്കെ സുഹൃത്ത് വലയങ്ങളിലുണ്ട്. അവരോടൊക്കെ വളരെ സ്നേഹമസൃണമായി തന്നെ പറയാനുള്ളത്, നമ്മൾ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് നേതാക്കളുടെ പണി പ്രതികരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. സമൂഹത്തിൽ നിഖില മേഖലകളിൽ ഉണ്ടാകുന്ന ഒച്ചപ്പാടുകൾക്കും ബഹളപ്പാടുകൾക്കും കാതുകൊടുത്ത് നമ്മുടെ ആശയപരമായ മുന്നേറ്റം നശിപ്പിക്കുന്നതിന് വേണ്ടി, അതിന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യമായ മുന്നോട്ട് പോക്കിന് തളപ്പിട്ട് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുകയല്ല, മറിച്ച് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി അതിനെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് അവരുടെ ദൗത്യം. മനോഹരമായി ആ ദൗത്യത്തിൻ്റെ പുറകിലാണ് നമ്മുടെ നേതാക്കൾ എന്ന് നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അവർക്ക് കരുത്തുണ്ടാകാനും വേണ്ടി അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. പലരും പറയുന്ന ഒരു ആവലാതിയാണ്, ബിദഅകൾക്കെതിരെ ഉടലെടുത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ബിദഅകളുടെ വേദികളിൽ സജീവമായി പങ്കെടുക്കുന്നു. പ്രവർത്തകർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും വിധം ബിദഅ പ്രസ്ഥാനങ്ങളുമായൊക്കെ നമുക്ക് നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ഇസ്ലാമികപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ പോലും അവരുടെ പ്രവർത്തന മേഖലകളിൽ പങ്കുചേരുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന നിലക്കൊക്കെ സാധാരണക്കാരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ തെറ്റിദ്ധരിക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വത്തിന്റെ ഭാഗത്ത്, നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആശയക്കുഴപ്പം ഉണ്ടാകുമല്ലോ. അത്തരം നേതാക്കളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ എന്തുകൊണ്ട് അഭിമന്യരായ നേതാക്കൾ പ്രതികരിക്കുന്നില്ല എന്നതാണ് ചോദ്യം. മുജാഹിദിന്റെ വേദികളിൽ പങ്കെടുക്കുന്നു, മുജാഹിദ് മൗലവിമാരെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വിരചിതമാകുന്ന പുസ്തക പ്രകാശനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടിത സക്കാത്ത് പോലെയുള്ള അനിസ്ലാമികപരമായ കാര്യങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നേതാക്കൾ പങ്കാളികളാകുന്നു, സമസ്ത തള്ളിയ തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ വേദികളിൽ നിരന്തരമായി അവരെ കാണുന്നു, ഇതര മതവിഭാഗങ്ങളുടെ ആഘോഷ ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ ഇസ്ലാമിൻ്റെ ഒരു കൾച്ചറിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നടക്കുന്ന ചില പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറ്റി നിർത്തിയ CACയെ അങ്ങനെ ഒരു തീരുമാനം സമസ്തക്കുണ്ടായിട്ടില്ല എന്ന് പച്ചയായി പരസ്യമായി വേദി കെട്ടി ആളുകളെ, സമസ്തയുടെ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടും അതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്ന് ബോധ്യമുണ്ടായിട്ടും എന്താണ് നേതാക്കൾ പ്രതികരിക്കാത്തത്? എന്താണ് അവർ മൗനം വെടിയാത്തത് എന്നതാണ് ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടുമൊക്കെ പറയാനുള്ളത്, നമ്മൾ ഏതെങ്കിലുമൊക്കെ നേതാക്കളെ കണ്ടിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു അനുയായിയായി മാറിയതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, മരണം കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയ വിശുദ്ധവാന്മാരായ നേതാക്കളെ കണ്ടിട്ടാണോ നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭാഗമായത് എങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. വഫാത്ത് കൊണ്ട്, മരണം കൊണ്ട് അവർ ജീവിച്ച വഴി സുഹൃതമുള്ള വഴിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി മരണപ്പെട്ട ആളുകൾ ആ നേതാക്കളെ കണ്ടിട്ടാണോ? ഉദാഹരണം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളായ ഉലമാക്കളും ബഹുമാന്യരായ സൂഫിയാക്കളായ സാദാത്യങ്ങളായ നേതാക്കന്മാരെയൊക്കെ കണ്ട് വഫാത്ത് കൊണ്ട്, മരണം കൊണ്ട് അവരുടെ കർമ്മങ്ങൾ മുഴുവനും വെളിച്ചമുള്ളതായിരുന്നു എന്ന് ഉമ്മത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ ജീവിതത്തിൻ്റെ ഏടുകളിൽ എവിടെയും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി അനിസ്ലാമികമായ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാതെ സംശുദ്ധരെന്ന്
പൊതുജനം വിലയിരുത്തിയ, വിധിയെഴുതിയ, അള്ളാഹുവിൻ്റെ അംഗീകാരം ലഭിച്ചവരെന്ന് ബോധ്യപ്പെടുത്തി മരണപ്പെട്ടു പോയ മഹത്തുക്കൾ, അവരെ കണ്ടിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പ്രവർത്തകനായതെങ്കിൽ, ആ ആശയത്തെയാണ് നാം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അവസാന കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് ളഅഫുകൾ, ഒരുപാട് ബലഹീനതകൾ നമ്മിലൊക്കെ പ്രകടമാകും. അതേ ബലഹീനതകൾ ആഖിർ ജീവിക്കുന്ന നേതാക്കളിലും നമുക്ക് കണ്ടേക്കാം. എന്നാൽ മരണം കൊണ്ട് ജീവിതം അടയാളപ്പെടുത്തിയ മഹത്തുക്കൾ, അവരെയാണ് നാം അനുധാവനം ചെയ്യേണ്ടത്. അവരുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന നേതൃത്വത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ വേളയിൽ സ്വഹാബത്തിൻ്റെ മാനസികാവസ്ഥ വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച വേളയിൽ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പോലും സ്വയം നിയന്ത്രിച്ചിട്ട് കിട്ടാത്ത വന്ന ആ ഒരു അവസ്ഥയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുശരീരത്തിൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന രംഗമുണ്ടല്ലോ. നേരെ വരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നു, അവിടുത്തെ വിശുദ്ധ വദനത്തിൽ ചുംബനമർപ്പിക്കുന്നു. ശേഷം പറയുന്നുണ്ടല്ലോ, നബിയെ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധം, അങ്ങ് വഫാത്തായി കിടക്കുമ്പോഴും സുഗന്ധം. ഈ വർത്തമാനം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ പരിസരത്തുള്ള ആളുകളോട് പറഞ്ഞ വർത്തമാനം, ലോകാന്ത്യം വരെയുള്ള ജനതയോട് അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനം, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഇതാ തീർച്ചയായും മുഹമ്മദ് ഇഹലോകവാസം വെടിഞ്ഞിരിക്കുന്നു. മൻ കാന യഅ്ബുദുല്ലാഹ്, ആരൊരാൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഫിസ്സമാഇ ഹയ്യുൻ ലാ യമൂത്, ആ പടച്ച തമ്പുരാൻ എന്നെന്നും ഉന്നതിയിൽ ജീവിച്ചിരിക്കുന്നവനും ഒരിക്കലും മരിക്കാത്തവനുമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. വലിയ ഒരു സന്ദേശമാണ് ബഹുമാനപ്പെട്ടവർ കൈമാറുന്നത്. നേതാക്കൾ ജീവിക്കും, മരണം കൊണ്ട് അവരുടെ കർമ്മങ്ങളെ അടയാളപ്പെടുത്തി വിട പറഞ്ഞു പോകും. എന്നാൽ സച്ചരിതരായ നേതാക്കൾ ഇവിടെ പകർന്നു വച്ച അള്ളാഹ് എന്ന ആ ഒരു കലിമത്തിൻ്റെ ആശയം ഇവിടെ ബാക്കിയാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ആ ആശയത്തെ പിൻപറ്റാനാണ്, ആ ആശയത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കളെ അനുധാവനം ചെയ്യാനാണ്. അത്തരം നേതാക്കൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസുകളോടെ മുസ്ലിം ഉമ്മത്തിന് കേരളീയ ഭൂമികയിൽ ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അവരുടെ നേതാക്കളുടെ നേതാവായി ബഹുമാനപ്പെട്ടവർ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്നു. നമ്മൾ നോക്കേണ്ടത് സമസ്തയുടെ പൂർവികരായ ഉലമാക്കൾ ഗമിച്ച അതേ മാർഗത്തിൽ ഗമിക്കുകയും അവരുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്ന നേതാവിനെ അടിയുറച്ച് അനുധാവനം ചെയ്യുക എന്നതാണ്. സ്വാഭാവികമായും ളഅഫുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന്, ബലഹീനതകൾ വന്നുഭവിച്ചവരുടെ ഭാഗത്ത് നിന്ന് പല നിലക്കുള്ള സ്ഖലിതങ്ങളും നമുക്ക് കണ്ടേക്കാം, പല നിലക്കുള്ള ന്യായീകരണങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നേക്കാം. അതിനെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് നേരായ മാർഗത്തിൽ നേതാക്കളെ അനുധാവനം ചെയ്യാനാണ് നാം ശ്രമിക്കേണ്ടത്. നമ്മുടെ നേതാക്കൾ കാണുന്നതിനും കേൾക്കുന്നതിനുമൊക്കെ പ്രതികരിച്ച് സമയം കളയേണ്ടവരല്ല എന്ന ബോധ്യമാണ് നമ്മെ ഭരിക്കേണ്ടതും നമ്മെ നയിക്കേണ്ടതും. ആവശ്യാനുസാരം അവർ നൽകുന്ന, അഭിമന്യരായ നേതൃത്വം നൽകുന്ന ഉത്തരവുകളെ പാലിക്കാനും അനുസരിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ പരിപോഷണത്തിന് വേണ്ടി താഴേക്കിടയിലുള്ള ജനങ്ങളുമായി പ്രവർത്തന കർമ്മ മണ്ഡലങ്ങൾ സജീവമാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം ഇവിടെ പൂർത്തിയാക്കുകയാണ്. അതിൻ്റെ വാർഷികാഘോഷ പരിപാടികളുടെ സ്വാഗത സംഘ രൂപീകരണം ഈ വരുന്ന വ്യാഴാഴ്ച കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. നമുക്ക് കലഹിച്ചുകൊണ്ടിരിക്കാനും കലഹിച്ച് തീർക്കാനും പ്രതികരിച്ച് തീർക്കാനും നമുക്ക് സമയമില്ല. നമ്മുടെ ആദർശ മുന്നേറ്റവുമായി, ആശയസമ്പുഷ്ടമായ ഈ നൗകയുമായി നമുക്കിനിയും ഒട്ടേറെ മുൻപോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് കുരക്കുന്നവർ കുരക്കട്ടെ, ഓരിയിടുന്നവർ ഓരിയിടട്ടെ, സാർത്ഥവാഹക സംഘം മുന്നോട്ട്.